ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ പെരുമ്പലം പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. താത്ത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാത്ത ഫൈക്കാക്കു പെരിന്തൽമണ്ണ ഓഫീസിൽ പോയതാട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഞങ്ങളെ കൊണ്ടാക്കാനൊന്നും ഫൈക്കാക്കില്ല. രാത്രി ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കുഞ്ഞാത്താനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയിട്ടുണ്ട്, മഗ്‌രിബിക്ക് ശേഷമാണ് അവൾ വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ തിരിച്ചു വരും. കാരണം ഇപ്പോൾ മോൾക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റന്നാൾ ഒരു ദിവസം ഞായറാഴ്ചയെങ്കിലും ഇരുന്ന് പഠിപ്പിച്ചാലേ ഒക്കെ തിങ്കളാഴ്ച എന്തെങ്കിലുമൊക്കെ എഴുതാൻ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ തിരിച്ചു വരണം എന്നാണ് വിചാരിക്കണത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ പെരുമ്പലം പോവാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ടോ പോവാണ്. അപ്പോൾ മനു പാപ്പാനെയും കാണാം. അനിയത്തി ഇല്ല കേട്ടോ, കുഞ്ഞാത്തി ഞാനും മാത്രമേ ഉള്ളൂ. അനിയത്തി ഇനി നാളെ വരുമോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇവ മോള് സ്കൂളിട്ട് വന്നിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഞാൻ പെരുമ്പലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റു. ഇത് ആക്ച്വലി പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആണ്. അതുകൊണ്ടാണ് ഫൈക്കാക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ആദ്യം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈക്കാക്കുന് പെട്ടെന്ന് തന്നെ പെരിന്തൽമണ്ണ പോകാനുള്ളതുകൊണ്ട് പിന്നെ പോക്ക് നാളെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുഞ്ഞാത്ത പറഞ്ഞു പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാത്ത അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ബേബിനെ ഞാൻ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല കുറുമ്പുണ്ട്. അപ്പോൾ അവളെ കുറുമ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ക്രീമിൻ്റെ ഒരു അപ്ലിക്കേറ്റർ ഉണ്ട്, അതിങ്ങനെ ജസ്റ്റ് കൊടുത്ത് കേട്ടോ. അത് ഫ്രഷ് സാധനമാണ്, ഞാൻ അതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വയലിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് നേരം അടങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവ മോളൊക്കെ ഉണ്ടോ ബാഗൊക്കെ ഇട്ടോ ഞങ്ങൾ പോണത്. കാരണം അവളെ ബുക്സ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറ്റുകയാണെങ്കിൽ പഠിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞാത്ത ബുക്കൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബേബിക്ക് ഞാനൊരു നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അപ്ലിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അടിച്ചിരിക്കന്നെ ഉള്ള പണി. വെറുതെ പെണ്ണാണ്. ഇനി ബേബിയെ ഇവിടെ നോക്കിയേ, ഇനി ബേബിയെ ഇവിടെ നോക്കിയേ. എന്താണ് ഇനി ബേബിയെ രാത്രി ആയതുകൊണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഉണ്ടോ? അത് ഞാനൊരു ഫിൽറ്റർ വെച്ചെടുത്ത് നോക്കാം കേട്ടോ. ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ക്ലിയർ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഇനി ഇങ്ങനെ തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ഫിൽറ്റർ എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ക്യാമറയുടെ ഒരു അടിപൊളി ഫിൽറ്ററാണ്, ഇതെനിക്കിഷ്ടമായി. അപ്പോൾ ഇത് ക്ലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെടുക്കാമല്ലോ. കുഞ്ഞാത്ത എത്താനായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവസാന ഘട്ട പണിയിലാണ്. ബേബീൻ്റെ പമ്പേഴ്സ്, അതേപോലെ തന്നെ അവളെ മെഡിസിന്, അവളുടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. ഗൈസ്, ഞങ്ങളിപ്പോ വണ്ടിയിലാണ്. കുഞ്ഞാത്ത വന്നിട്ടുണ്ട്. മൈ സിസ്റ്റർ ഇസ് ഡ്രൈവിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോ പെരുമ്പലത്ത് എത്താനായി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഇതിൻ്റെ ഇടയിൽ. പക്ഷെ രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ ഉള്ള ക്ലാരിറ്റി വെച്ചിട്ട് ടൗണൊക്കെ എത്തുമ്പോൾ ചെറുതായിട്ട് എൻ്റെ മുഖത്തൊരു പ്രകാശമൊക്കെ വരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എൻ്റെ മുഖത്ത് ഓള അനിയത്തി അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഉണ്ടാവേണ്ടതാണല്ലോ. പിന്നെ നമ്മളെ കിടാങ്ങളൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. കിടാങ്ങൾ ഇരുട്ടാണ് ഗൈസ്, എന്നാലും ഉള്ളത് വെച്ചിട്ടൊക്കെ അല്ലേ കാണാം. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 7:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോന്നു. വണ്ടിയിലൊക്കെ നല്ല തിക്കും തിരക്കുക. കാരണം എല്ലാവരും ഉണ്ട്, കുട്ടികളെല്ലാവരും ഒരു പട തന്നെ ബാക്കിലുണ്ട്. കുഞ്ഞാത്താൻ്റെ 3 കിടാങ്ങളും എൻ്റെ 2 കിടാങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ റോട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. കാരണം എല്ലാവരും ഓഫീസ് ടൈമും അതുപോലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയമാണല്ലോ. ഞങ്ങൾ ഏകദേശം എത്താറായി തുടങ്ങി കേട്ടോ. പെരുമ്പലം റോഡ് കഴിഞ്ഞ് പെരുമ്പലം റോഡിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ഗൈസ്, ഞങ്ങൾ ഏകദേശം ഇവിടെ എത്താറായി തുടങ്ങി. ഇവിടെ എത്തി. കുഞ്ഞാത്താന്റെ മാസ്മരിക ഡ്രൈവിംഗ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ദ ലേഡി. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. വീട് കാണിച്ചരാ. ഇതാ ഗൈസ്, ഇതാണ് നമ്മളെ വീട്. ഞങ്ങളിവിടെ എത്തി. ഇതാണ് ഗൈസ് കുഞ്ഞാത്ത. ഗൈസ് പ്രോ ഡ്രൈവർ കുഞ്ഞാത്ത. എന്നാ എടി ഇനി ബേബിനെ എടുക്ക്. സുംബിതാ